നമ്മൾ റാംജിറാവും, ഹരിഹർനഗറും, ഗോഡ് ഫാദറും ഒക്കെ എടുക്കുമ്പോൾ ഇത് പിൽക്കാലത്തേക്ക് വേണ്ടി എടുക്കുന്നതല്ല. ആ കാലഘട്ടം, ഇന്നത്തെ സിനിമ ഈ കാലഘട്ടത്തിൽ എടുക്കുന്നത് പോലെ ആ കാലഘട്ടത്തിന് വേണ്ടി എടുത്ത സിനിമ തന്നെയാണ് അത്. പക്ഷേ അത് കാലഘട്ടം കടന്ന് ഇപ്പുറത്തേക്ക് വന്നു എന്നുള്ളത് അതൊരു മഹാഭാഗ്യമാണ്. അത് ആ സിനിമയുടെ പവറാണ്. അപ്പോൾ അന്ന് ജനിച്ചിട്ടില്ലാത്ത, അന്ന് വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ അവർ വിവാഹം കഴിച്ച അവരുടെ മക്കള് ഇന്ന് ഈ സിനിമ കണ്ടിട്ട് അവർ ആസ്വദിക്കണം ആ സിനിമകൾ. അന്നത്തെ ആ സിനിമകൾ ഇന്നും ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് നമ്മളൊന്നും അത് പ്രതീക്ഷിച്ച് ചെയ്തതല്ല, അതങ്ങനെ വരുന്നതാണ്. അപ്പോൾ അന്ന് സിനിമ വളരെ ഡെപ്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു പല സിനിമകളും ഡെപ്തുള്ള സിനിമകൾ ഇല്ല എന്നല്ല, ഉണ്ട്. ഒരുപാട് നല്ല മിടുക്കന്മാരായിട്ടുള്ള സംവിധായകരുണ്ട്, ക്രിയേറ്റേഴ്സും ഉണ്ട്. പക്ഷേ പെരിഫറലാണ് പലതും, പെരിഫറലാണ്. പിന്നെ ഈ മേക്കിംഗ് എന്നാണ് ഇപ്പോഴത്തെ സിനിമയുടെ ഇപ്പോഴത്തെ പ്രേക്ഷകൻ്റെ നിലവാരം. പ്രേക്ഷകൻ സിനിമയെ അംഗീകരിക്കുന്നത് അതിൻ്റെ കണ്ടന്റ് വെച്ചിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടോ, അല്ലെങ്കിൽ അത് എത്ര കാലം നിലനിൽക്കുന്നു എന്നുള്ളതിനെ നോക്കിയിട്ടല്ല. ആ കാലഘട്ടത്തിലെ മേക്കിംഗ്, സ്റ്റൈലൈസേഷൻ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രേക്ഷകൻ വലിയ കാര്യങ്ങളായിട്ട് എടുക്കുന്നത്. പക്ഷെ അതിനൊന്നും അധികം ആയുസില്ല. കാരണം ഇപ്പോൾ ഞാൻ ബോഡി ഗാർഡ് ഹിന്ദിയിൽ എടുക്കുമ്പോൾ അവിടെ മേക്കിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇവിടെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഞാൻ കാവലൻ തമിഴിലെടുക്കുമ്പോഴും അവിടെയും സ്റ്റൈലൈസ്ഡ് സിനിമകൾ മലയാളത്തെക്കാൾ മുമ്പ് വന്നത് അവിടെയാണ്. വളരെ സ്റ്റൈലൈസേഷനും മേക്കിങ്ങും ഒക്കെ വന്നത് അവിടെയാണ്. ആ സിനിമകൾക്കിടയിലാണ് ഈ പറയുന്ന വളരെ സിമ്പിളായിട്ട് എടുത്തിട്ടുള്ള ഈ കാവലനും ഈ ബോഡി ഗാർഡും ഒക്കെ വലിയ ഹിറ്റാകുന്നത്. അപ്പോൾ എപ്പോഴും കണ്ടന്റിനെ അവർ അംഗീകരിക്കും. ഇപ്പോൾ എന്ത് പറ്റി, ഇപ്പോൾ അവിടെ മേക്കിങ് അല്ലെങ്കിൽ ഒരു സ്റ്റൈലൈസേഷൻ മാത്രമുള്ള സിനിമ ഓടുന്നില്ല, ഒപ്പം കണ്ടന്റും കൂടി അതിനകത്ത് ഉണ്ടെങ്കിലേ ഇപ്പോൾ ഓടുന്നുള്ളൂ. പണ്ടതല്ല, ആ മേക്കിങ്ങിൻ്റെയൊക്കെ പേരിൽ ഓടുമായിരുന്നു. അത് ആദ്യത്തിലായതുകൊണ്ട്. ഇപ്പോൾ സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊരു അത്ഭുതമായിരുന്നു സിനിമ, അല്ലേ? അപ്പോൾ ആ അത്ഭുതത്തിൽ എന്ത് കണ്ടാലും ആളുകൾ ആ അത്ഭുതത്തോടു കൂടി കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രാജാപ്പാട്ട് സിനിമകൾ, പിന്നെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ സിനിമകളൊക്കെ അന്ന് ആസ്വദിക്കും. ഇന്നൊന്നും ആസ്വദിക്കില്ല. ഇന്നത് ആസ്വദിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിലെ എല്ലാ സാങ്കേതിക തികവോടുകൂടിയും ആളുകളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലും വേണം. രാജാപ്പാട്ട് സിനിമകൾ പിന്നീടും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാഹുബലി പോലുള്ള, അതൊക്കെ ഇന്നത്തെ ഒരു മേക്കിംഗ് സ്റ്റൈലിലും ഇന്നത്തെ ഒരു സ്റ്റൈലൈസേഷനിലും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞാലേ ഇനി എടുക്കുള്ളൂ. അപ്പോൾ എപ്പോഴും കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറും. പ്രേക്ഷകൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകൻ നിൽക്കില്ല. പക്ഷെ നമ്മളും അതിനൊപ്പം മാറിയിട്ടില്ലെങ്കിൽ നമ്മളവിടെ തന്നെ നിൽക്കും. പ്രേക്ഷകൻ വല്ലയിടത്തും പോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത്. ഇനി കന്നാസ് എന്ന് പറയുന്ന ഒരു പേര്, അത് സ്വന്തം പേരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കന്നാസും കല്ലാസിന് കന്നാസ് എന്നുള്ള പേര്, അങ്ങനെയാണ് ആ ഒരു പേരിലേക്കൊക്കെ എത്താനുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയാണെന്ന് തോന്നുന്നു എന്നെ കന്നാസ് എന്ന് വിളിച്ചത്. കന്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, പാനീയങ്ങൾ, നമ്മുടെ മണ്ണെണ്ണ അല്ലെങ്കിൽ വെള്ളം മുതലായ ലിക്വിഡായിട്ടുള്ള സംഭവങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള നമ്മൾ കന്നാസ്. അത് പൊട്ടയാണെങ്കിലും അതിനും പറ്റില്ല, അതാണ്. അപ്പോൾ എന്നെ പൊട്ടക്കന്നാസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നീട് ഞാൻ അന്ന് വളരെ സങ്കടമായിരുന്നു എന്നെ കന്നാസ് എന്ന് വിളിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം ഭാഷ പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് കന്നാസ്, എന്തുകൊണ്ടാണ് പൊട്ടക്കന്നാസ്. അപ്പോൾ കന്നാസ് നിറയ്ക്കാൻ മാത്രമുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണം മാത്രം മതി എന്നാണ്, ബാക്കി ഒന്നിനും കൊള്ളില്ല, ഭക്ഷണം കഴിക്കാൻ മാത്രം കൊള്ളാം. അതും പൊട്ടക്കന്നാസാണ്. അന്ന് ശരീരത്തിൽ കാണുകയില്ല, ഞാൻ ഇങ്ങനെ മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് എനിക്ക് എന്ത് അർത്ഥവത്തായിട്ടാണ് എൻ്റെ അന്നത്തെ എന്നെ പുറമെ നിന്ന് നോക്കിക്കാണുന്ന എനിക്ക് ആ ഇരട്ടപ്പേര് തന്നത് കന്നാസ് എന്ന് ഞാൻ ആലോചിച്ചിരിക്കാറുണ്ട്. അന്ന് എനിക്ക് വിഷമം ഉണ്ടെങ്കിലും ഇന്ന് എനിക്കത് വിഷമം തോന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ ഒരു ലോകത്താണ്. എപ്പോഴും ഞാൻ പ്രസൻറ്റിലല്ലായിരുന്നു അന്നും. ഞാൻ ആബ്സെൻറ്റ് മൈൻഡഡ് ആണ്. ഇപ്പോൾ ക്ലാസ്സിലിരുന്നാൽ പോലും ക്ലാസ്സിൽ എനിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല. ഞാൻ പുറത്തേക്ക് നോക്കി ജനലിലേക്ക് നോക്കിയിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ക്ലാസ്സെങ്കിൽ തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള സ്കൂൾ കെട്ടിടത്തിൻ്റെ ആസ്പെക്ട് ഷീറ്റോ അല്ലെങ്കിൽ ഓട് കഴിഞ്ഞതിനകത്ത് മഴ പെയ്യുമ്പോൾ നാണയത്തൊട്ടുകൾ പോലെ ഇങ്ങനെ പ്ലക്ക് 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 എന്ന് വെള്ളം വീഴുന്നത് ഞാൻ ഇങ്ങനെ കൗതുകത്തോടു കൂടി നോക്കിയത്. ചെറിയ കുട്ടിയാണെന്ന്, പക്ഷെ എനിക്ക് അതൊക്കെയാണ് താല്പര്യം. പിന്നെ അവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ഈ കാക്കകളെയൊക്കെ എനിക്ക് നല്ല പരിചയം. ഇത് ഇന്നലെ വന്ന കാക്കയാണ്, ഈ കാക്കയുടെ ഇണയാണ് മറ്റേ കാക്ക. ഇവരൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം ഡെയിലി
കാണുന്നതാണ്. അപ്പോൾ ഞാൻ പുറം ലോകത്താണ്, ക്ലാസ്സിൽ മനസ്സ് പുറത്തും ശരീരം മാത്രമേ അകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ബുദ്ധിയുള്ള സ്റ്റുഡൻ്റായിട്ട് ആരും എന്നെ കണക്ക് കൂട്ടിയിട്ടില്ല. ഞാനൊരു ആബ്സെന്റ് മൈൻഡഡ് സ്വപ്നജീവിയായിരുന്നു. അതുപോലെ ഈ റോഡരികത്ത് സർക്കസ് വന്നാൽ അത് പോയി ഇങ്ങനെ കണ്ടിരിക്കും. അതെ അതെ, സിനിമ പോകുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ കാണാമായിരുന്നു എന്ന് ആഗ്രഹിച്ച് പോക്കറ്റിൽ നോക്കുമ്പോൾ പൈസ കിടക്കുന്നു. അപ്പോൾ ഞാൻ വേഗം കയറി. പക്ഷെ എന്നെ വീട്ടിലെന്ത് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നുവിട്ട പൈസകൾ, സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. അത് തന്നപ്പോൾ തന്നെ ഞാൻ മറന്നു. പിന്നെ ഞാൻ അങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ കണ്ടു. അപ്പോൾ എന്നെ പൊട്ടക്കലാസത്തല്ലാതെ വേറെ എന്താ വിളിക്കുക. അപ്പോൾ ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിരുന്നു ഞാൻ കുറേ. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് അത് എന്നിൽ തന്നെ ഉള്ള ഒരു കൗതുകമാണ്, കാര്യങ്ങൾ അറിയാനുള്ള ഒരു കൗതുകമാണ് എന്നെ ഇതിൻ്റെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കസ് നടക്കുകയാണെങ്കിൽ ഒരു സർക്കസ്, അല്ലെങ്കിൽ ഒരു പാമ്പ് കളി, അല്ലെങ്കിൽ ഒരു മാജിക് തെരുവിൽ അത് നോക്കി നിൽക്കും. സ്കൂളിൽ പോവുകയാണെങ്കിൽ ആ പുസ്തകം വെച്ച് നോക്കി നിൽക്കും. അത് ഒരു കളി അവർ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ഞാൻ പോകും. ഇത് തന്നെയാണ് അവർ അവിടെ കളിക്കാൻ പോകുന്നത്. എന്നിട്ട് അവിടെ പോയി നിന്ന് കാണുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു തരം സ്വപ്നജീവിയായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ. അതുകൊണ്ടാണ് അവരെന്നെ പൊട്ടക്കന്നാസ് എന്ന് വിളിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെയാണ് എന്നിലെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില പ്രത്യേകതകൾ. ഈ മിമിക്സ് പരേഡ് സമയത്ത് കുറച്ച് ദേഷ്യക്കാരനായിരുന്നു എന്നും അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അപ്പൊ അത് ഓവർകം ചെയ്തെടുത്തത്? അപ്പോൾ ഞാൻ പൊതുവെ ഭയങ്കര ദേഷ്യക്കാരൻ എന്ന് പറഞ്ഞ പെർഫെക്ഷനിസ്റ്റ് ആണ് ഞാൻ. എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അല്ല, ഇപ്പോൾ നമ്മൾ OCD എന്നൊക്കെ പറയില്ല. ഇപ്പോൾ മുറിയിലേക്ക് വരുമ്പോൾ ഒരു കസേര നീങ്ങി കിടന്നാൽ മതി, ഞാനത് മാറ്റി. പണ്ടതല്ല, അത് അങ്ങനെ ചെയ്തവരെ ഞാൻ വഴക്ക് പറയുമായിരുന്നു. ഇപ്പോൾ ഞാനത് ചെയ്യില്ല. ഒരു ഫോട്ടോ ഇങ്ങനെ ചരിഞ്ഞിരുന്നാൽ ഞാനത് വേഗം പിടിച്ച് നേരെ. എനിക്ക് എന്തോ ഒരു അസ്വാസ്ഥ്യത ഉണ്ടാക്കും നമുക്കത് കാണുമ്പോൾ. അതുപോലെ എൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലായിടത്തും ഇരിക്കണം എന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പെർഫെക്ഷൻ ഇല്ലാത്ത എൻ്റെ കൂട്ടുകാർ അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ അവരോട് വഴക്കിന് പോകുമായിരുന്നു. പിന്നെ കാലക്രമേണയാണ് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. എൻ്റെ ഒരു നേച്ചറിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അവരുടെ നേച്ചറിനെ ഞാൻ ഇഗ്നോർ ചെയ്തിട്ട് എൻ്റെ നേച്ചറിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് നടക്കുന്ന കാര്യമല്ല. അവർ വേറെ ആളാണ്, വേറെ നേച്ചറാണ്, വേറെ രീതിയാണ് അവരുടെ. അവർക്ക് അതേ പറ്റുള്ളൂ, എനിക്കിതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കുറേ കാലത്തിന് ശേഷം അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരെയും അങ്ങനെ വഴക്ക് പറയാറില്ല. എൻ്റെ അഭിപ്രായഗതിയിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരോട് ഞാൻ തർക്കിക്കാനും പോവില്ല, വഴക്കിനും പോവില്ല. എൻ്റെ ആർഗ്യുമെന്റ് ഞാൻ പറയും. അല്ല, നീ പറയുന്നത് തെറ്റാണ് എന്ന് ഞാൻ സ്ഥാപിക്കില്ല. നിനക്ക് നീ പറയുന്നത് ശരിയാണെങ്കിൽ എനിക്ക് ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു അതൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് എത്തിയത്. ഈ വഴക്ക് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്തിനാണ് നമ്മൾ വഴക്കിടുന്നത്? അവൻ മാറുന്നില്ല, ഞാനും മാറുന്നില്ല. ഏതെങ്കിലും ഒരു മാറ്റം വരണ്ടേ? ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതിനൊരു ഔട്ട്കം ഉണ്ടാവണ്ടേ? അതുണ്ടാവുന്നില്ല. അതുണ്ടാകാത്തതിൻ്റെ കാരണം ബേസിക് വേറെ ആളുകളാണ്. അപ്പോൾ എന്നെപ്പോലെ അയാൾ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ല, അയാളെപ്പോലെ ഞാനും ചെയ്യണമെന്ന് അവനും നിർബന്ധിച്ചിട്ടും കാര്യമില്ല എന്ന് തിരിച്ചറിവാണ് ദേഷ്യത്തെയൊക്കെ ഞാൻ ഒതുക്കിക്കൊണ്ടുപോകുന്നത്. ഇപ്പം എനിക്കങ്ങനെ പൊതുവെ ദേഷ്യം വരാറില്ല. ദേഷ്യം വന്നാൽ പോലും ഞാൻ റിയാക്ട് ചെയ്യില്ല, മിണ്ടാതിരിക്കും, ഒന്നും മിണ്ടില്ല.